ചില വാട്ടർ ടാപ്പുകളിൽ നിന്ന് വരുന്ന വെള്ളത്തിന് തീരെ ഫോഴ്സ് ഉണ്ടാവാറില്ല. അപ്പോൾ അത് നമുക്ക് ഇന്ന് എങ്ങനെ ക്ലിയർ ചെയ്യാൻ നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ഈ അരിപ്പ് പോലുള്ള പോർഷൻ അഴിച്ച് ക്ലീൻ ചെയ്യണം. ഇതിൽ നൈഫോ അല്ലെങ്കിൽ ലാക്സോ ഫ്ലൂയിഡോ ഇടുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ലോട്ട് ഉണ്ടായിരിക്കും. ആ സ്ലോട്ടിലിട്ട് തിരിച്ച് ഊരിയെടുക്കണം. ഇതൊന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഇത് ക്ലീൻ ചെയ്തിട്ടും ഈ ടാപ്പിന്റെ ഫോഴ്സ് കൂടിയിട്ടില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ സ്പിൻഡിലും കൂടി അഴിച്ച് ക്ലീൻ ചെയ്യണം. സ്പിൻഡിൽ അഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സൈഡിലായിട്ട് ഒരു അടപ്പുണ്ടായിരിക്കും. അതൊരു സ്ക്രൂ ഡ്രൈവർ ഇട്ട് തിക്കി കഴിഞ്ഞാൽ പുറത്തോട്ട് വരും. ഇതിന്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ സ്ക്രൂ 2.5 mm അല്ലെങ്കിൽ വെച്ച് തിരിച്ചഴിച്ചെടുക്കണം. സ്പിൻഡിൽ അഴിക്കുന്നതിന് മുന്നേ ടാപ്പിലോട്ടുള്ള വാൽവ് അടയ്ക്കാൻ മറക്കരുത്. ഇതുപോലുള്ള ടാപ്പുകളിലാണെങ്കിൽ ടാപ്പ് തിരിക്കുന്ന ഭാഗത്ത് ഒരു അടപ്പുണ്ടായിരിക്കും. ആ അടപ്പ് ഒരു കത്തിയോ അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവറോ വെച്ച് തിക്കി കഴിഞ്ഞാൽ അത് പുറത്തോട്ട് വരും. അതിന്റെ ഉള്ളിൽ സ്ക്രൂ ഉണ്ടായിരിക്കും. ആ സ്ക്രൂ ആണ് നമുക്ക് അഴിച്ചെടുക്കേണ്ടത്. സ്ക്രൂ അഴിച്ചെടുത്തതിന് ശേഷം ടാപ്പിന്റെ തിരിക്കുന്ന പോർഷൻ അഴിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിന്റെ സ്പിൻഡിൽ 15 സ്പാനർ ഉപയോഗിച്ച് അഴിച്ചെടുക്കണം. ഇപ്പൊ ഇതിൽ നന്നായിട്ട് അഴുക്കിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ റബ്ബർ ബുഷ് ഒന്ന് അഴിച്ചെടുത്തതിന് ശേഷം നന്നായി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ടാപ്പിന് വാട്ടർ ലീക്ക് ആണെങ്കിൽ ഈ സ്പിൻഡിൽ ചേഞ്ച് ചെയ്താൽ അത് ക്ലിയർ ആകും. ഇനി റബ്ബർ ബുഷ് ഇട്ട് കൊടുക്കാം. ഇനി ടാപ്പിനുള്ളിലെ അഴുക്കൊക്കെ ഒന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വാൽവ് തുറന്ന് കുറച്ച് വെള്ളം പുറത്തോട്ട് കളഞ്ഞാൽ അത് ക്ലീൻ ആയിക്കോളും. ഇനി നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത സ്പിൻഡിൽ ടാപ്പിലോട്ട് വെച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ടാപ്പിന്റെ തിരിക്കുന്ന ഭാഗം ഇട്ട് കൊടുക്കാം. ഇനി സ്ക്രൂ ഇട്ട് കൊടുത്ത് ടൈറ്റ് ചെയ്തതിന് ശേഷം അടപ്പിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ സ്പിൻഡിൽ ക്ലീനിങ് കംപ്ലീറ്റ് ആയി. ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അതുകൂടി ഒന്ന് കണ്ടു നോക്കണേ. ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.